ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശു താൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ തിരുവചനത്തിനകത്ത് എക്സ്പ്ലിസിറ്റായിട്ട് ഒരു വാക്യം പോലും പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? യേശു ദൈവമല്ലാത്തത് കൊണ്ടാണോ, യേശു ദൈവമല്ല എന്ന് യേശുവിന് തോന്നിയത് കൊണ്ടാണോ പറയാത്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ചുറ്റിലും ഒഴുകുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളൊരു അനുഗ്രഹമാകുന്നു. ഈ കാലം അത്രയും ആരെങ്കിലും നിങ്ങളൊരു ശാപമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ റിപ്പോർട്ടിനെ തിരുത്തി എഴുതിയ ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. ആ കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് ഒരു അനുഗ്രഹമെന്നാകുന്നു. ഇന്ന് മുതൽ നിങ്ങൾ ശാപത്തിൻ്റെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റിനെയോ ചുമക്കേണ്ടവരല്ല. നിങ്ങൾ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കേണ്ടവരാകുന്നു. ആ സത്യം മറ്റൊന്നുമല്ല, നിങ്ങൾ അനുഗ്രഹമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി. യേശുക്രിസ്തുവിലൂടെ പിതാവ് നിങ്ങളെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നു. ഞാനിത് പറയുന്ന നേരത്ത് ജീവിതത്തിനകത്ത് ഒരു ഇരുണ്ട അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഇരുണ്ട അനുഭവത്തെ മാറ്റുവാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളിനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആ വെളിച്ചത്തെ നിങ്ങളുടെ ഉള്ളത്തിനകത്ത് സ്വീകരിക്കുക. ആ വെളിച്ചം മറ്റൊന്നുമല്ല, യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 5-ാമത്തെ വാക്യം പറയുന്നു, ദൈവം പ്രകാശമാകുന്നു. ദൈവമാകുന്ന വെളിച്ചത്തെ നിങ്ങളുടെ ഉള്ളത്തിനകത്തോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി. കാരണം തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. അതേ വചനം പറയുന്നു 1 യോഹന്നാൻ 4:4 ഇങ്ങനെ പറയുന്നു, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നാം ഏകരല്ല, നാം ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിനകത്ത് വസിക്കുന്നു, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിനകത്ത് വസിക്കുന്നു. അതിനാൽ തന്നെ നാം ഒരു അനുഗ്രഹമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇന്നൊരു ചെറിയൊരു ചിന്തയെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ നാളുകൾ കൊണ്ട് തോന്നിയൊരു ചിന്തയല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ചില ചോദ്യങ്ങൾ, ഈ ആത്മീകമായ ചിന്തകൾ നമുക്കെല്ലാവർക്കും ഒരു താല്പര്യമുള്ളതാണല്ലോ. ചില കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലരതിന് പറയുമ്പോഴോ ഉത്തരം പറയുമ്പോഴൊക്കെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ. നമ്മളതിങ്ങനെ നോക്കുന്നൊരിടയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ നിന്ന് ദൈവം ചില ഉത്തരങ്ങൾ തന്നു. ഞാൻ കൺവിൻസ്ഡായി. ചിലപ്പോൾ ആ ചോദ്യം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൺവിൻസ്ഡ് ആകാൻ സാധ്യതയുണ്ടാകും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നതിനേക്കാൾ ഉപരി ദൈവം അത് ചെയ്യിപ്പിക്കുന്നു. അതാണ് വാസ്തവം. അപ്പോൾ ആ ചോദ്യം എന്താണെന്നല്ലേ? ചോദ്യം വേറൊന്നുമല്ല. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പല ഉപമകൾ പറഞ്ഞു, പല ദൈവരാജ്യ രഹസ്യങ്ങൾ പറഞ്ഞു, പല അത്ഭുതങ്ങൾ ചെയ്തു. യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, യേശു ചെയ്ത അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതാൻ തുടങ്ങിയാൽ ആ പുസ്തകം തന്നെ മതിയാകാതെ വരും. അതുകൊണ്ട് തന്നെ മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാകുന്നു യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. അപ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തു, ആധികാരികമായ പഠനങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാകുന്ന നിലവാരത്തിൽ യേശു പഠിപ്പിച്ചു. പല ഉപമകൾ വഴി, ലില്ലിയുടെ ഉപമ, വിതക്കാരൻ്റെ വിത്തിൻ്റെ ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, ഇങ്ങനെ പല ഉപമകൾ ലളിതമായ രീതിയിൽ യേശു പഠിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച ദൈവം, അല്ലെങ്കിൽ ഇത്രയും കാര്യം പഠിപ്പിച്ച നമ്മുടെ കർത്താവായ യേശു ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശു താൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ തിരുവചനത്തിനകത്ത് എക്സ്പ്ലിസിറ്റായിട്ട് ഒരു വാക്യം പോലും പറഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഇനി യേശു ദൈവമല്ലാത്തത് കൊണ്ടാണോ, യേശു ദൈവമല്ല എന്ന് യേശുവിന് തോന്നിയത് കൊണ്ടാണോ പറയാത്തത്? അപ്പോൾ ഈ ഒരു ചിന്ത ഉള്ളത്തിനകത്ത് വരികയും ഇത് വചനത്തിൻ്റെ ആധാരത്തോടെ അല്ലെങ്കിൽ വചനത്തെ ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് ആഗ്രഹിക്കും. പഠിച്ചു എന്ന് പറയുന്നത് കള്ളത്തരമായിപ്പോൾ. കാരണം തിരുവചനത്തെ പഠിക്കാൻ സാധ്യമല്ല, മനസ്സിലാക്കാൻ സാധ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല, മറിച്ച് ഇത് മനസ്സിലാക്കേണ്ട പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വഴിയിൽ പരിശുദ്ധാത്മാവിനാൽ ചില കാര്യങ്ങൾ പ്രചോദിതമായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ചില ഇൻസൈറ്റ് ലഭിച്ചു. അപ്പോൾ ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, യേശു ബൈബിളിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ലേ താൻ ദൈവപുത്രനാണെന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു വാക്യമില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യേശു അവിടെ ഇങ്ങനെ പറയുന്നു, അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? അപ്പോൾ യേശു തന്നെയും താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. സമരിയക്കാരിയായ സ്ത്രീ യേശുവിനോട് പറയുന്നു, മിശിഹ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് ഞാൻ. അപ്പോൾ എക്സ്പ്ലിസിറ്റായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട് യേശു ദൈവപുത്രനാണെന്നും യേശു മിശിഹയാണെന്നും. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനും പിതാവും ഒന്നാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പറയാത്തതായിട്ട് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ തൊട്ടും തൊടാതെയൊക്കെ യേശു ചില ഇടങ്ങളിലൊക്കെ
പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവപുത്രനാണെന്നും അല്ലെങ്കിൽ ഞാൻ മിശിഹയാണെന്നും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും ഞാൻ ദൈവമാണെന്നും ഒക്കെ തൊട്ടും തൊടാതെയൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഈ 2 വാക്യങ്ങളല്ലാതെ പല വാക്യങ്ങളുണ്ടാകും, നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഡയറക്റ്റായിട്ട് കുറേ ഇതുപോലെ പലയിടങ്ങളിലും യേശു പറയാമായിരുന്നല്ലോ, ഞാൻ ദൈവമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്നൊക്കെ പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് അത് പറഞ്ഞില്ല? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നു യേശു പറയാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിൽ നിസ്സാരമായ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തത്, ഞാൻ ഒരു വലിയ ആളാണെന്ന് വിചാരിക്കുക. ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുക, ഞാനൊരു വലിയ ആളാണ്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ അങ്ങനത്തെ ആളാണെന്ന് ഞാൻ സ്വയമേ പറഞ്ഞാൽ നമ്മളതിനെന്ത് പറയും? നമ്മളതിനെ പൊങ്ങച്ചം എന്ന് പറയാം, അല്ലേ? യേശു ഒരു പൊങ്ങച്ചം പറയുന്ന ഒരാളല്ല, മാതൃക കാണിച്ചു തരാൻ വന്ന ആളാകുന്നു. എല്ലാറ്റിനെയും ശൂന്യമാക്കിക്കൊണ്ട്, സ്വയമേ ശൂന്യവൽക്കരണം നടത്തിക്കൊണ്ട് യേശു ഒന്നുമല്ല എന്നും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നും നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാകുന്നു. അങ്ങനെയുള്ള കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഞാൻ ദൈവമാണെന്നും ഞാൻ മാത്രമാണ് ദൈവം, എന്നെ നിങ്ങൾ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അതൊരു തെറ്റായൊരു മാതൃക കാണിക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് യേശു പറഞ്ഞില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തത് കുറച്ച് ഗൗരവമേറിയ ഒരു കാര്യമാകുന്നു. അന്ന് യേശു ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ യഹൂദന്മാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിന്ന് രക്ഷ സാധ്യമാവുകയില്ലായിരുന്നു. കാരണം അതൊരു മതത്തിൻ്റെ ദൈവമായി തീർന്നതന്നെ. യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, യേശു ഒരു മാർഗത്തിൻ്റെ ദൈവമാകുന്നു. നമുക്ക് ആർക്കും, യഹൂദ മതത്തിൽ ജനിച്ചവരല്ലാത്ത ആർക്കും നമുക്ക് പറയാൻ കഴിയത്തില്ല നമ്മൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം ആദ്യത്തെ ക്രിസ്ത്യാനികളെല്ലാം യഹൂദന്മാരായിരുന്നു. അവരെല്ലാം യഹൂദ മതം വിട്ട് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരാകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കയറിയവരാണ്. നമ്മളൊരു മതത്തിൻ്റെ വക്താക്കളല്ല, നമ്മളൊരു മതത്തിലുമല്ല. കാരണം കർത്താവായ യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടുമില്ല. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വളരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയമായിരുന്നു. അന്ന് യഹൂദന്മാർക്ക് യേശു കർത്താവാണെന്ന് മനസ്സിലായിരുന്നെങ്കിലോ, അന്ന് യഹൂദന്മാരെല്ലാവരും യേശുവിനെ ദൈവമായി അംഗീകരിച്ചിരുന്നെങ്കിലോ ഒരിക്കൽ പോലും നമുക്ക് രക്ഷ സാധ്യമല്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 കാരണങ്ങൾ കൊണ്ടും യേശുവിനെ പരസ്യമായിട്ട് ഞാൻ ദൈവമാണെന്ന് കൂടുതൽ വ്യക്തമായി അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ സാധ്യമല്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെനിക്ക് കൺവിൻസിങ് ആയിരുന്നു. കാരണം ഇത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ഇത് വളരെ ഗൗരവമേറിയ കാര്യങ്ങളാകുന്നു. ഇനി എന്തുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ ലഭിക്കത്തില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അവരൊരു മത സംവിധാനത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരാകുന്നു. നമുക്ക് ലോകത്തിൽ പല മതങ്ങളുണ്ട്. ക്രിസ്തു മതം എന്ന് പറയുമെങ്കിലും ക്രിസ്തുവിൻ്റെ മതം എന്ന് പറയുന്ന ഒരു മതം ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. കാരണം ക്രിസ്തു മാർഗത്തെയാണ് സ്ഥാപിച്ചിരുന്നത്. അന്ത്യോക്യയിൽ വെച്ചായിരുന്നു ആദ്യമായി ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ അതുവരെയും അവിടെ ഒരു മതമില്ല, അതൊരു മാർഗമാകുന്നു. ക്രിസ്തു ജീവിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ പഠനത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതം. അവർ കടന്നുപോയ വഴികളിലെല്ലാം ക്രിസ്തുവിനെ പ്രതിപാദിച്ചു, ക്രിസ്തുവിനെ കാണിച്ചു, ക്രിസ്തുവിനെ പോലെയായിരുന്നു. അങ്ങനെയുള്ളവരെ വെളിയിലുള്ള ജനമാകുന്നു വിളിച്ചത് ക്രിസ്ത്യാനികൾ. അല്ലാതെ ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ യഹൂദ മതത്തിനകത്ത് നിന്ന് ക്രിസ്തു അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് അവർക്ക് അന്ന് മനസ്സിലായിരുന്നെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഐഡലൈസേഷൻ ചെയ്തേനെ. അതായത് ഒരു രൂപമില്ല എന്ന് അവർ പറയുന്ന, ദൈവത്തിന് രൂപമില്ല എന്ന് പറയുമ്പോഴും നമുക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് മുഖമുണ്ടെന്നും ദൈവത്തിന് ഒരു വസ്ത്രം അണിയത്തക്ക രീതിയിൽ ശരീരമുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവിടുത്തെ വസ്ത്രാഞ്ചലം ആലയം മുഴുവൻ മറച്ചിരുന്നു എന്നാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം പറയുന്നത്. അപ്പോൾ ദൈവത്തിന് രൂപമില്ല എന്ന് പറയുന്നതിനകത്തും ഒരു പ്രത്യേകമായ ചോദ്യങ്ങളുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ മുഖം ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്ന് വന്നവനല്ലാതെ മറ്റാരും പിതാവിൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് യേശു പറയുന്നത് കൊണ്ട് നമുക്ക് ആർക്കും ദൈവത്തിൻ്റെ മുഖം റെക്കോർഡഡ് അല്ല. എന്നാൽ യേശു ദൈവമാണെന്ന് ആ കാലഘട്ടത്തിൽ യഹൂദർക്ക് മനസ്സിലായിരുന്നെങ്കിൽ തീർച്ചയായും അതൊരു വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതാണ് ദൈവത്തിൻ്റെ മുഖം എന്നൊരു ഐഡലൈസേഷന് സാധ്യത ഉണ്ടായിരുന്നു. ഇനി ആ ഐഡലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം ആയി തീരുക എന്നത് ഒരു കണക്കിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും, അല്ലെങ്കിൽ ദൈവത്തിനൊരു രൂപവും ഭാവവും ഒക്കെ വന്നു എന്ന് തോന്നിയാലും അത് ഒരു മതത്തിൻ്റെ ദൈവമായി ഒതുങ്ങിപ്പോയെന്നെ. നാം എല്ലാവരും ആ മതത്തിലോട്ട് മാറേണ്ടി വന്നേനെ. ദൈവത്തിൻ്റെ രക്ഷ അറിയണമെങ്കിലോ ദൈവത്തിൻ്റെ സൗജന്യ നീതീകരണം നാം അനുഭവിക്കണമെങ്കിലോ നാം ഒരു മതത്തിൻ്റെ കീഴിലേക്ക് പോയേനെ. ഇനി ആ മതത്തിൻ്റെ കീഴിലേക്ക് പോയാൽ രക്ഷ ഉണ്ടാകുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരെല്ലാം ശാപത്തിന് വിധേയരെന്ന് ഗലാത്യ ലേഖനം പറയുന്നു. അപ്പോൾ ഏതെല്ലാം മതത്തിനകത്ത് നിങ്ങൾ പോയാലും അതിനകത്ത് നിങ്ങൾക്കൊരു രക്ഷ ഉണ്ടാകണമെന്ന് സാധ്യതയില്ല. അങ്ങനെ ഒരു രക്ഷ ലഭിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്
രക്ഷപ്പെടുന്നത് ക്രിസ്തുവിലൂടെ അല്ലാതെ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലൂടെ അല്ലാതെ ആ രക്ഷ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മതത്തിനകത്തും നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നാം വിചാരിക്കരുത്. ഇൻക്ലൂഡിങ് ക്രിസ്തു മതത്തിൽ പോലും രക്ഷയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്രിസ്തുവിൽ രക്ഷയുണ്ട്, മതത്തിൽ രക്ഷയില്ല. എൻ്റെ വാക്കുകൾ നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ക്രിസ്തു മതത്തിലല്ല രക്ഷയിരിക്കുന്നത്, ക്രിസ്തുവിലാകുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ അവർ യേശുവിനെ കർത്താവായിട്ടോ അല്ലെങ്കിൽ യേശുവിനെ ദൈവമായിട്ടോ അംഗീകരിച്ചിരുന്നെങ്കിൽ അതൊരു മതവൽക്കരണത്തിന് കാരണമായി തീർന്നേനെ. അങ്ങനെയാണെങ്കിൽ സാധാരണ ജനത്തിന് രക്ഷ ഉണ്ടാകത്തില്ലായിരുന്നു. ഇനി വേറൊരു കാരണം, അങ്ങനെയുള്ളവർക്ക് അംഗീകരിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, തിരുവചനത്തിൻ്റെ വെളിച്ചത്തിനകത്ത് ഒരിക്കൽ പോലും അവർ ആധാരമില്ലാതെ ഒരു കാര്യവും വിശ്വസിച്ചിരുന്നില്ല. കാരണം അവർ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ജനതയായിരുന്നു. അവർക്ക് ദൈവം പ്രവാചകന്മാരെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പ്രവാചകന്മാരുണ്ട്, ക്രിസ്തു മതത്തിൽ പ്രവാചകന്മാരുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. നാളെ എന്ത് നടക്കുമെന്ന് പറയുന്നവർ മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തെ കൂടെ പറയുന്നവരാകുന്നു പ്രവാചകന്മാർ. അങ്ങനത്തെ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ യഹൂദ ജനത്തിൻ്റെ കാര്യത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരും പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവരുടെ പ്രവാചകന്മാരിൽ കൂടുതലായി വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ പ്രവചന ഗ്രന്ഥങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ ഉദ്ധാനം, എന്തിനേറെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പല സങ്കീർത്തനത്തിനകത്തും ക്രിസ്തുവിനെ പ്രതിപാദിച്ചിരുന്നു. യേശുവിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദാകുന്നു ഞാൻ ഈ പറയുന്നത്. യേശുവിന് 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച യേശയ്യ യേശുവിനെ പറ്റി പ്രവചിച്ചു. യേശുവിന് മുന്നമേ നിന്ന ജെറമ്യ യേശുവിനെ പറ്റി പ്രവചിച്ചു. ചെറിയ പ്രവാചകന്മാരെല്ലാം യേശുവിനെ പറ്റി പ്രവചിച്ചു. യോന പ്രവചിച്ചു. ഇനി പലരും യേശുവിനെ പറ്റി പ്രവചിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി മോശ യേശുവിനെ പറ്റി എഴുതി വച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും യേശുവിനെ പറ്റി പ്രതിപാദിച്ചു. അവരെല്ലാം പ്രതിപാദിച്ചതിനകത്ത് പ്രധാനമായി യേശുവിൻ്റെ ജനനം ബെത്ലഹേമിൽ വരുമെന്നും ആ ജനനം, മിശിഹായുടെ ജനനം ദാവീദിൻ്റെ വംശപരമ്പരയിൽ നിന്നുണ്ടായിരിക്കുമെന്നും യഹൂദന്മാർക്ക് വ്യക്തതയുണ്ടായിരുന്നു. എന്നാൽ ദൈവം വളരെ തന്ത്രപരമായി അവർ വിശ്വസിക്കാതിരിക്കേണ്ടതിന്, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ക്രൂരനായതുകൊണ്ടല്ല അവരെ വിശ്വസിപ്പിക്കാത്തത്, മറിച്ച് നമ്മളോടുള്ള സ്നേഹം ദൈവത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടും നാം രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നതുകൊണ്ടും ദൈവം അവരെ എളുപ്പത്തിൽ വിശ്വസിക്കാനായിട്ട് ഇടയാക്കിയില്ല. ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ യേശുവിൻ്റെ ജനനത്തെ ഒരു മിസ്റ്ററിയാക്കി തീർത്തു. യേശു ജനിച്ചത് യാത്രാമധ്യയിൽ ഒരു വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു സത്രത്തിൽ ബെത്ലഹേമിൽ തന്നെ ആയിരുന്നുവെങ്കിലും ആ രാത്രിയിൽ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഒരു വലിയ പലായനം യേശുവിന് നടക്കുക. യേശുവിനെയും കൊണ്ട് നേരെ ഈജിപ്തിലേക്ക് കടന്നു കളയാനായിട്ട് ദൂതൻ ജോസഫിന് ഉത്തരവ് കൊടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവചനത്തിനകത്ത്. അപ്പോൾ യേശു ജനിച്ചതോ യേശു വന്നതോ യേശു നിന്നതോ ഒന്നും അധികമായിട്ട് യഹൂദന്മാർക്ക് പ്രത്യേകമായിട്ട് ജനനത്തെ സംബന്ധിച്ച് വലിയൊരു ആധികാരികമായ അറിവില്ല. ആകപ്പാടെ അറിവുണ്ടായിരിക്കുന്നത് യേശു പറഞ്ഞിട്ടുള്ളവർക്കും അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന കന്യകാമറിയത്തിനും അതിനോടൊപ്പം ഔസേപ്പിതാവിനും അല്ലാതെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ അറിവുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് യേശു മിശിഹായാണെന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ വീണ്ടുമുള്ള വരവ് വരുന്ന ഗലീലയിൽ നിന്നാണ്. അപ്പോൾ യഹൂദന്മാർക്ക് എല്ലാവരുടെയും ചിന്തയ്ക്കകത്തിരിക്കുന്നത് യേശു വന്നത് ഗലീലിൽ നിന്നാകുന്നു. അതുകൊണ്ട് ഒരിക്കലും മിശിഹ ഗലീലയിൽ നിന്ന് വരത്തില്ല. കാരണം ഇവർ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നുവല്ലോ. എങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ അവരെവിടെയൊക്കെയോ ഒരു ചെറിയ വിശ്വാസം വന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആണോ ക്രിസ്തു, അതോ നിനക്ക് വേണ്ടി ഇനി ഞങ്ങൾ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് യഹൂദന്മാർ ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും യേശു അവിടെയും വ്യക്തമായി വിട്ടു പറയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവിടെ അവർ യേശുവിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ രക്ഷ സാധ്യമാകുകയില്ലായിരുന്നു. അപ്പോൾ ദൈവം യേശുവിൻ്റെ ജനനത്തെ മറച്ചു. ദൈവം യേശുവിൻ്റെ ജനനത്തെ മറച്ചതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, കാലഘട്ടങ്ങളിൽ നമ്മുടെ വീണ്ടെടുപ്പും ദൈവം കണ്ടിരുന്നു. യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, യേശു സകലരുടെയും ദൈവമാകുന്നു. ഇനി മൂന്നാമത്തത്, യേശുവിൻ്റെ ജനനത്തെ എന്തിന് പിതാവ് മറയ്ക്കണം? യേശു മിശിഹയാണെന്ന് എന്തുകൊണ്ട് പറയാതിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ യഹൂദ ജനം എപ്പോഴും ഉടമ്പടികളുടെ ജനമാകുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ജനം തന്നെയാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നതും ഇവർ തന്നെയാകുന്നു. ലോകത്തിൽ ഒരു ചെറിയ രാഷ്ട്രം വലിയ ഇമ്പാക്റ്റ്, ഗ്ലോബലി ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതും ഇവർ തന്നെയാകുന്നു. ലോകത്തിൽ തന്നെ 0.2% ജനസംഖ്യയേ ഉള്ളൂ, വളരെ തീരെ ജനസംഖ്യയുള്ളൂ. എന്നാൽ അത്രയും ഇത് വെച്ച് അവർ ലോകത്തെ തന്നെ തലകീഴായി മറിക്കുന്ന നിലവാരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ഈ ജനം ഉടമ്പടികളിൽ ജീവിക്കുന്ന ജനമാകുന്നു. അപ്പോൾ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്ന ജനത്തിന് പല ഉടമ്പടികളുണ്ട്. അബ്രഹാമിൽ നിന്ന് ലഭിച്ച ഉടമ്പടിയുണ്ട്, അതുപോലെ മോശയിലൂടെ ലഭിച്ച ഉടമ്പടികളുണ്ട്, ദൈവവും മോശയും തമ്മിലുള്ള ഉടമ്പടിയുണ്ട്, സീനായി മലയിലെ ഉടമ്പടി. അപ്പോൾ ഇങ്ങനെ പല ഉടമ്പടികളിൽ വിശ്വസിക്കുന്ന ഈ ജനം എപ്പോഴും നിയമത്തിൽ ആശ്രയിച്ചിരുന്നു. നിയമത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകും, ഇവർ ദൈവത്തിന് യാഗം അർപ്പിച്ചാൽ ഇവരുടെ പാപങ്ങൾ മോചിതമാകും. ഇങ്ങനെ പ്രവൃത്തികളിൽ ആശ്രയിച്ചിരുന്ന ഒരു ജനമാകുന്നു. അപ്പോൾ ഈ ജനത്തിൻ്റെ രക്ഷ എപ്പോഴും അവരുടെ മനസ്സിനകത്ത് മതത്തിലേക്ക് മാറുക, പരിച്ഛേദനം നടത്തിയാൽ മാത്രം രക്ഷ വരും, ഇങ്ങനെ കുറേ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. എന്നാൽ
സാധാരണ ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു കുരിശിൽ മരിച്ചു, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പിലും മരണത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷ വരേണ്ടതിന് ദൈവം ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തിയിലൂടെയുള്ള രക്ഷയെ ദൈവം അങ്ങ് മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തു എന്ന ഒരൊറ്റ വ്യക്തിയിലുള്ള വിശ്വാസത്തിലൂടെയുള്ള രക്ഷയെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ട് ദൈവം അവരുടെ മുൻപിൽ ഇതെല്ലാം മറച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം രക്ഷയെ വിശ്വാസത്തിലൂടെയുള്ള ഒരു മാർഗമാക്കി തീർത്തു. അതായത് നമ്മുടെ പ്രവൃത്തികളെല്ലാം എത്ര പെർഫെക്ഷനിലുള്ള പ്രവൃത്തി ചെയ്തിരുന്നാലും അത് രക്ഷയുടെ സ്റ്റാൻഡേർഡിനൊത്ത് ഉയരത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ നാം കൂടുതൽ പാപികളാവുക എന്നതല്ലാതെ ഒരാളും വിശുദ്ധീകരണം യഥാർത്ഥ വിശുദ്ധിയിലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം ചെയ്തു. പാപകരമായ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് ആ ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. റോമാ ലേഖനം 8:2 ഇങ്ങനെ പറയുന്നു. ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു പ്രവർത്തികളിലൂടെയും ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. കാരണം പ്രവർത്തികളിലൂടെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവരെല്ലാം കൂടുതൽ ശാപത്തിനും കൂടുതൽ പാപത്തിനും അർഹരായി എന്നത് തന്നെ അതിൻ്റെ ഉദാഹരണമാകുന്നു. കാരണം നിയമത്തിലൂടെ ഒരുവനും രക്ഷപ്പെടുന്നില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടും എല്ലാ മനുഷ്യരുടെ പ്രവർത്തികളും ഇംപെർഫെക്റ്റ് ആണെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടും ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്ന തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് പകരമായി അയച്ച് തൻ്റെ പുത്രൻ്റെ പ്രവൃത്തിയിലൂടെ ആ ഉടമ്പടിയിലൂടെ ആ പുതിയ ഉടമ്പടിയിലൂടെ സൗജന്യ രക്ഷ വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് നൽകി. അപ്പോൾ ഈ വിശ്വാസത്തിലൂടെയുള്ള രക്ഷ അത് വിപുലമാകണമെങ്കിൽ പ്രവൃത്തിയിലൂടെ രക്ഷ അന്വേഷിക്കുന്നത് നിൽക്കണം. അങ്ങനെ ദൈവം ചെയ്യേണ്ടതിന് ഏറ്റവും ആദ്യം ദൈവത്തിന് ചെയ്യേണ്ടി വന്നത് ഈ പഴയ ഉടമ്പടിയെ കാലഹരണപ്പെടുത്തുക എന്നതായിരുന്നു. അതായത് പ്രവൃത്തികളിലൂടെയുള്ള രക്ഷയെ ദൈവം നിർത്തുക എന്നതാകുന്നു. അതിന് തൻ്റെ പുത്രനിലുള്ള വിശ്വാസത്തെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരണം. തൻ്റെ പുത്രനിലൂടെ ഏതൊരു വ്യക്തി വിശ്വസിച്ചാലും, ഏതൊരുവനും, ഞാൻ പറയുന്ന നേരത്ത് ഈ ക്രിസ്ത്യാനി എന്നല്ല, യഹൂദൻ എന്നല്ല, ഇനി ഏതെങ്കിലും ബഹുമാനിക്കപ്പെട്ട മതവിഭാഗത്തിലുള്ളവരെന്നല്ല, ഏതൊരുവനും പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിനൊരു തീരുമാനമുണ്ടായിരുന്നതുകൊണ്ട് ഏതൊരുവനും ആ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് ദൈവം ഇത്രയും വലിയ സിസ്റ്റത്തെ, ഈ കാലഘട്ടങ്ങളായി ദൈവം നൽകിയിരുന്ന സിസ്റ്റത്തെ തൻ്റെ പുത്രനിലൂടെ ദൈവം തിരുത്തി എഴുതി അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കത് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. സോ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്, യേശു മിശിഹയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തെ പിതാവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറച്ചു. ഇനി ആ ജനനവും മരണത്തിലുള്ള വിശ്വാസത്തിലൂടെ ഏതൊരുവനും രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇതുപോലുള്ള ചിന്തകളുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ ദൈവം എനിക്കും അവസരങ്ങൾ തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.